എംപ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇതൊരു ചോദ്യമാണ്, പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ റിട്ടയർ ചെയ്താൽ ഉടനെ അവരെ പലവിധ ഉന്നത പദവികളിൽ നിയമിക്കുന്നത് ശരിയാണോ? അങ്ങനെ നിയമിക്കപ്പെടുമെന്ന് അവർക്ക് നേരത്തെ സൂചനകൾ കൊടുക്കുകയും അങ്ങനെ ചെയ്താൽ അത് അവർ പറയുന്ന സുപ്രധാന കേസുകളുടെ വിധിയിൽ ആ ഒരു കാര്യം സ്വാധീനിക്കപ്പെടുമെന്നതും ആക്ഷേപമായി പുറത്തു വരുന്നുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വെക്കുന്ന ഒരു ഓഫറിൻ്റെ പേരിൽ ഒരു ജഡ്ജി കേന്ദ്രം കൂടെ ബന്ധപ്പെട്ട ഒരു കേസിൽ ആ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, കുറേ നാൾ മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു നിയമജ്ഞൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? ജഡ്ജിമാരെ അവർ റിട്ടയർ ചെയ്താൽ ഉടനെ മറ്റ് സ്ഥാനങ്ങളിൽ ഗവൺമെൻറ് നിയമിക്കരുത്. കാരണം അങ്ങനെ നിയമിച്ചാൽ അവർ പറയുന്ന വിധികളിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ജഡ്ജിമാരെ വേറെ നിയമനങ്ങളിൽ പെടുത്താവൂ അല്ലെ നിയമിക്കാവൂ എന്നാണ് അരുൺ ജെയ്റ്റ്ലി കുറേ നാൾ മുമ്പ് പറഞ്ഞത്. അതേ അരുൺ ജെയ്റ്റ്ലി ഇപ്പം കേന്ദ്ര ധനമന്ത്രിയായിട്ടിരുന്നിട്ട് തൊട്ടടുത്ത് പ്രധാനമന്ത്രിയുടെ അടുത്തിരുന്നിട്ട് ഇപ്പം കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഇപ്പം ഏറ്റവും അവസാനം AK സിക്രിയുടെ വിഷയം, ഇപ്പം റിട്ടയർ ചെയ്യാൻ പോകുന്ന സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം, അതായത് നമ്മുടെ CBIയുടെ ഡയറക്ടറെ അലോക് വർമ്മയെ പിരിച്ചുവിടാൻ സുപ്രീം കോടതി വിധിപ്രകാരം വീണ്ടും നിയമത്തിനായിട്ട് 48 മണിക്കൂറിനുള്ളിൽ അലോക് വർമ്മയെ പിരിച്ചുവിടാൻ രായ്ക്ക് രാമാനം പ്രധാനമന്ത്രി മോദി മീറ്റിംഗ് വിളിച്ചു. 3 അംഗ മീറ്റിംഗാണ്. 1 സുപ്രീം കോടതി ജഡ്ജി സിക്രി, 2 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, പിന്നെ പ്രധാനമന്ത്രി. അപ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ വർമ്മയെ നീക്കാനുള്ള തീരുമാനമെടുത്ത ആളാണ് ഈ സിക്രി എന്ന് പറയുന്ന ജഡ്ജി. അപ്പം ഉടനെ അദ്ദേഹത്തെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ കോമൺവെൽത്ത് ആസ്ഥാന ട്രൈബ്യൂണലിലേക്ക് നിയമിക്കാനുള്ള അറിയിപ്പ് ഓൾറെഡി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഇത് വിവാദമായെന്ന് കണ്ടപ്പോൾ ഇപ്പം അദ്ദേഹം അത് പിൻവലിച്ച് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ റിട്ടയർ ചെയ്ത 100 ജഡ്ജിമാരിൽ സുപ്രീം കോടതി ഉൾപ്പെടെ 70 പേരെയും ഇങ്ങനെ പല സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ 2 വർഷ ഇടവേളയൊന്നും കൊടുക്കാതെ. അതിൽ ഏറ്റവും പ്രശസ്തമായ നിയമനങ്ങളുണ്ട്. ഇപ്പം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് മാർക്കണ്ഡേയ കട്ജുവിനെ നിയമിച്ചു. കേരള ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട ആൾ സദാശിവം, അദ്ദേഹം ജസ്റ്റിസ് സദാശിവം സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത് വൈകാതെ ഇവിടെ ഗവർണറായി. അതേപോലെ KG ബാലകൃഷ്ണൻ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കേന്ദ്രത്തിൽ ചെയർപേഴ്സണായിട്ട് അധ്യക്ഷനായിട്ട് നിയമിതനായി. ഇങ്ങനെ നോക്കിയാൽ ഒരു വലിയ പട്ടിക വായിക്കാനുണ്ട്. 70 പേര്, 100 പേര് റിട്ടയർ ചെയ്തതിൽ 70 പേരെ വൈകാതെ തന്നെ ലക്ഷക്കണക്കിന് ശമ്പളമുള്ള വലിയ പദവികളിലാണ് നിയമിക്കുന്നതിനേതല്ല നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ഇത്തരം ഇമ്മീഡിയറ്റ് നിയമനങ്ങൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെ ബാധിക്കില്ലേ? റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന പദവി കിട്ടും, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഞാൻ ചിലപ്പോൾ അറിയാതെ തന്നെ ഒരു ജഡ്ജിയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കില്ലേ? ജഡ്ജിമാരുടെ, ജുഡീഷ്യറിയുടെ, നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച ആൾ തന്നെ കേന്ദ്രത്തിൽ അരുൺ ജെയ്റ്റ്ലി താക്കോൽ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്, പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതിനകത്തെ ഔചിത്യമില്ലായ്മയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്.